നമസ്കാരം. ഞാൻ സുജാ മോഹൻ. ഇവിടെ പറഞ്ഞ യജ്ഞാദി ക്രിയകളുടെ യജ്ഞാചാര്യയായിട്ട് എന്നെയാണ് ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെയ് 9, 10, 11, 12 ഈ ദിവസങ്ങളിൽ അഴിഞ്ചിര ക്ഷേത്രത്തിൽ വെച്ച് ആണ് ഈ കർമ്മം നടക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ത്രീജനങ്ങളെയും ഞങ്ങൾ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂടെ 40 സ്ത്രീകൾ ഋത്വിക്കുകളായിട്ട് പൂജ ചെയ്യാനായിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും വളരെ ഗൗരവമായിട്ട് തന്നെ കണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വ്രതചര്യയിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. 21 ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും വളരെ നല്ല ചിട്ടയായിട്ടുള്ള വ്രതങ്ങളിൽ കൂടെയും ഉപാസനകളിൽ കൂടെയും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ദേവിയിൽ മാത്രം നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളിതെല്ലാം ചെയ്യാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നത്. 5 വർഷമായിട്ട് ഞാൻ ഒരു ശ്രീവിദ്യാ ദീക്ഷ സമ്പ്രദായത്തിൽ ഇരിക്കുന്ന ആളാണ്. പൂർണ്ണദീക്ഷ കഴിഞ്ഞ് അതുകൊണ്ടാണ് ഈ ആചാര്യസ്ഥാനവും എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ല, ഇതിൽ പങ്കെടുക്കുന്നവർക്ക് അതിൽ ഭഗവതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ ഓരോരുത്തരും ഓരോ സ്ത്രീകളും എല്ലാ സ്ത്രീകളിലും നമ്മൾ ഭഗവതിയെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റോടുകൂടി എല്ലാവരും വന്ന് പങ്കെടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ഭഗവതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുകയും ചെയ്യണം. അതാണ് ഒരു റിക്വസ്റ്റാണിത്. വേറൊരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം എങ്ങനെയാണോ നടക്കുന്നത് അതേ ഒരു ഉത്സാഹമാണ് നമുക്ക് എല്ലാവരും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പൂർണ്ണ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് ഇരിക്കുന്നത്. ഒരു വർഷമായി ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ പിറകെ നിൽക്കുകയാണ്. ഞങ്ങൾ സ്ത്രീകൾ എല്ലാവരും ഒരു 108 ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദേവി മഹാത്മ്യ പാരായണം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗുരുകുലം, ഗായത്രി ഗുരുകുലം എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും തന്നെ പാരായണം എല്ലാം ഒരു 108 ക്ഷേത്രങ്ങളിൽ ചെയ്തു. അതെ, വിഷ്ണു സഹസ്രനാമം അവരും പറഞ്ഞു. ഇതെല്ലാം ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ വേറൊന്നും തന്നെ നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ അതിൽ പങ്കെടുക്കുക എന്നുള്ളതൊരു വലിയ അനുഗ്രഹമാണ്. ഓരോ സ്ത്രീകളും കൊണ്ട് വരികയും അതിൽ പങ്കെടുക്കുകയും ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഋതുക്കളും ശ്രീകുലം, ഗായത്രി ഗുരുകുലം, ശ്രീമാതരം മണ്ഡലി എന്ന ഗുരുകുലങ്ങളിലെ പഠിതാക്കളാണ്. ഒരു മനുഷ്യായുസിൽ വളരെ അപൂർവമായി കിട്ടുന്ന ശ്രേഷ്ഠവുമായ ഒരു ഭാഗ്യമാണ് ലളിതാ മഹായാഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഈ ലളിതാ ത്രിപുര സുന്ദരിയുടെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി എല്ലാ ഭക്തജനങ്ങളെയും ഈ യാഗത്തിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചുകൊള്ളും.